ഇന്നലത്തെ മഴയത്ത് വാക്കുവ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഞാൻ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ച് വരാം തലശ്ശേരി പോയിട്ടെന്ന് പറഞ്ഞു. കുറച്ച് കാലത്തിന് ശേഷമാണ് അക്ഷയ് ബ്രോനെ വീണ്ടും കാണുന്നത്. ഒരു ആക്സിഡൻറ്റ് പറ്റിയ റെസ്റ്റിലായിരുന്നു ആൾ. തലശ്ശേരി എത്തി, നല്ല മഴയായിരുന്നു. സ്കൂട്ടി ഈ ഷീറ്റിൻ്റെ താഴെ വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് നേരം കയറി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതൊരു മുത്തപ്പൻ മടപ്പുരയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്നതാണ് മുത്തപ്പൻ, ഇത് ഈ സൈഡിലിരിക്കുന്നത് ഭഗവതിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇവൻ ആക്ച്വലി കുറച്ച് ഈ അമ്പലവാസിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവന് ഇതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞു ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പോകണം വിചാരിച്ചിരുന്നു. ഇത് എല്ലാ ദിവസവും ഉണ്ടാവാറില്ല അത്ര ഈ ഒരു സംഭവം. ഞാനൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആളതാ പോകുന്നു. ഇതിന് മുത്തപ്പൻ ക്ഷേത്രം എന്ന് പറയാറില്ല പൊതുവേ. മുത്തപ്പൻ്റെ മടപ്പുര എന്നാണ് ഇത്ര പറയുക. കണ്ണൂർ ഭാഗങ്ങളിൽ വളരെ സുലഭമാണ്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അക്ഷയ് ബ്രോ മുത്തപ്പൻ്റെ ബ്ലെസ്സിങ്സൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ മഴയതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല, അവിടെ തന്നെ ഇരുന്നു കുറച്ച് ടൈം. അങ്ങനെ അവൻ രണ്ടുപേർക്കുള്ള പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഇത് കടലയാണ്. അപ്പോൾ ഈ കടലയുടെ തൊലിയുടെ ഉള്ളിലുള്ള കോട്ടിലിഡൻസിലേക്ക് ഒരു ജപവും കയറി പോവില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. അവൻ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ നിനക്കും ആ മുത്തപ്പൻ്റെ അടുത്ത് പോവാം, കുഴപ്പമൊന്നുമില്ല, ഇവിടെ ജാതി മത പ്രശ്നങ്ങൾ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, ആർക്കും പോകാമെന്നുള്ളതാണ്. എൻ്റെ ശരി തെറ്റുകൾ അറിയുന്നതുകൊണ്ട് അവൻ എന്നെ നിർബന്ധിച്ചൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ ബോർഡിൽ കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 10 രൂപ തൊട്ട് പല പ്രൈസിലുള്ള കാര്യങ്ങൾ. ഞാൻ അവൻ്റെ സന്തോഷത്തിന് മനുഷ്യന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നോക്കി. അപ്പോൾ ഈ അന്നദാനം നടക്കാറുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചെറിയ സംഖ്യ കൊടുത്ത് മുത്തപ്പനെ കണ്ട സന്തോഷത്തിൽ അവനും, ഒരു മനുഷ്യൻ്റെ വയറ്റിൽ അന്നം എത്തുമെന്ന സന്തോഷത്തിൽ ഞാനും തിരിച്ചു പോന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ.